പണ്ടൊക്കെ സഭായം കഴിഞ്ഞാൽ പരിശോധന ചെല്ലു പോകും. ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലഘുലേഖ കൊടുത്താ വരുന്നത്. ആരെ കണ്ടാലും സുവിശേഷം പറയും. തിയോളജി ഒന്നും പറഞ്ഞില്ലെങ്കിൽ യേശു രക്ഷിക്കും, യേശു വിടിവിക്കും, യേശു സൗഖ്യമാക്കും, യേശു പരിഹാരം തരും, യേശു രക്ഷകൻ. ഇതൊക്കെ എല്ലാവരോടും പറയുമായിരുന്നു. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കുക. ഇപ്പൊ പാസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി ആരെങ്കിലും അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങി, നമുക്ക് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏത് പാട്ടാ പാടണ്ടെന്നോ യോഗാരംഭ ഗീതമുണ്ട്. സന്ദർഭോചിതമായിട്ട് അതൊന്നും അറിയത്തില്ല. അടുത്ത സമയത്ത് എവിടാന്നൊരു യോഗത്തിന് ചെന്നപ്പോഴാ പൊതുയോഗം അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. എവിടാ പൊതുയോഗം പ്രാർത്ഥിച്ചു കണ്ടപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ആരുമില്ല. ഇഷ്ടംപോലെ ആളിരിപ്പുണ്ട്, പാടുന്നില്ല. എന്നാ പാസ്റ്റർ പാടണ്ടേ, അല്ലെ സഭയിലെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ആൾ പാടണ്ടേ, അല്ലെ ട്രഷാർ പാടണ്ടേ, അല്ലെ കമ്മിറ്റി മൊത്തം കമ്മിറ്റിയാണെന്നില്ല, കമ്മിറ്റിക്കാർ പാടണ്ടേ, അതിലെ ഔദ്യോഗിക അങ്ങനെ പാസ്റ്ററുടെ ഭാര്യ പാടണ്ടേ. പിന്നെ ഒരു തള്ള അവിടെ ഇരുന്ന് പാടുക. ഒരു പൊതുയോഗം തുടങ്ങുക, തള്ള പാടുക. ഒലിവമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഈ യോഗമായിട്ട് ഈ മലയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ പറ. ഒലിവുമല അതിന് ഇവർക്ക് തന്നെ ഒരു യോഗം തുടങ്ങുക. ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല. സ്തോത്രം. ഇനി മേൽ എന്നെ വിളിക്കുകയല്ല. ദൈവത്തെ ഓർത്ത് ആ പാവത്താനും ഒന്നും ചെയ്തേക്കരുത്. ഇരിപ്പ് കണ്ടിട്ട് ഇങ്ങനെ നിന്റെ കുരുട്ട് കണ്ണ്. സ്തോത്രം. ഒറ്റ ആഗ്രഹമുള്ളു, നിത്യതയിലെത്തണം. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭകാലത്ത് തീഷ്ണതയോടെ നിന്നവര് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവര് വളരെ ക്ഷീണിച്ചു, ആത്മീകത്തിൽ ക്ഷീണിച്ചു. ഈ ബോർഡും പേരും ഒക്കെ ഉള്ളു, ആത്മീയമില്ല, ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇവര് വളരെ ക്ഷീണിച്ചു. ക്ഷീണിച്ചതിന് 2 വാക്യം തെളിവിന് 2 വാക്യം വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യോ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യോ ക്ഷീണിച്ചതിന് തെളിവ്. 6, 12, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാം. അപ്പൊ ആ വാക്യത്തിന്റെ അർത്ഥം ഇവര് മന്ദതയുണ്ടെന്ന, ക്ഷീണമായി, മന്ദതയായി. ഇനി 12, 12 വായിച്ചേ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. ശ്രദ്ധിച്ചേ. അപ്പൊ ഈ 2 വാക്യത്തിന്റെ വെളിച്ചത്തിൽ എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞ ആത്മീകത്തിൽ ക്ഷീണിച്ചു. അല്ല, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും മന്ദതയും. ഇവര് ക്ഷീണിച്ച് തളർന്നു, വല്ലാതായി. അപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ച് വശം കെട്ട എബ്രായ വിശ്വാസികളെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുവാൻ, അവരെ ഒന്നുകൂടെ ശക്തീകരിക്കുവാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. അപ്പൊ ഇവർക്കൊരു ചിന്ത, ഞങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമാണ്. ആ പള്ളിയും പട്ടക്കാരെയും പുരോഹിതന്മാരെയും ആ യെരൂശലേം ദേവാലയം അമ്പരചുംബിയായ പള്ളിയും അതിന്റെ പ്രൗഢിയും പത്രാസും ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വിട്ടേച്ചു വന്നത് അബദ്ധമായോ? അതെല്ലാം മണ്ടത്തരമായോ? അതെല്ലാം പോഷത്വമാണോ? ഈ ജാതികളുടെ ശ്രേഷ്ഠതയെല്ലാം വിട്ടേച്ച് വന്ന് കുത്തിയിരിക്കുന്നത് വിവരക്കേടാന്നുള്ള ചിന്ത അകത്ത് കയറി ഇവർ ക്ഷീണിച്ചു. അപ്പൊ അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തി എഴുതുക, നിങ്ങൾ വിട്ടുപോകുന്നത് മണ്ടത്തരമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വേണ്ടാന്ന് വെച്ചത് പോഷത്വമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ഉന്നതമായ സ്ഥലത്താണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കണ്ണിന് കാണുവാൻ കൗതുകമുണ്ടാക്കുന്ന, നമ്മളെ ആകർഷിക്കുന്ന വിധത്തിൽ ഇവിടെ ഒന്നുമില്ലെങ്കിലും ആത്മക്കണ്ണ് തെളിഞ്ഞ ദൈവമക്കൾക്കറിയാം, അവൻ അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് വന്നു കയറിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രേഷ്ഠനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, നസ്രയനാകുന്ന യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ ഏറെ നല്ലതെന്ന എന്ന് പറഞ്ഞാൽ വിട്ടതിനേക്കാൾ ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നേക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠൻ കർത്താവാകുന്ന യേശു ക്രിസ്തു.
ഓടിച്ച് മുമ്പോട്ട് പോകാം. ഓരോ അധ്യായവും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കും അറിവുള്ള കാര്യമാണ്. ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠനെ അങ്ങോട്ട് തെളിയിച്ചു. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു, യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അഗരനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് മാത്രമാണ് ശ്രേഷ്ഠൻ. മൽക്കീസേദെക്കിന്റെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് പ്രയോഗം പറഞ്ഞു. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ. വേറൊരു ഭാഗത്തൊരു പ്രയോഗം കൊണ്ട് നടത്തി, ഇവനത്ര മഹാനെന്ന് നോക്ക്. കാണാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, അനുഭവിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, ആരാധിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, അംഗീകരിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു. അവൻ സ്തോത്രം, അവൻ അനുധാവനം ചെയ്യാൻ പറ്റുന്നവനാ യേശു ക്രിസ്തു. ഇതുപോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. യേശു ക്രിസ്തു മാത്രം ശ്രേഷ്ഠൻ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി. ഓ അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി. മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പീൻ, ഒരുമിച്ചുണർന്ന് പുകഴ്ത്തിടുവീൻ. വരുവീൻ വണങ്ങി നമസ്കരിപ്പീൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവീൻ. ബലവും ബഹുമാനമാകവേ ആകവേ ഇരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ വീഴുവീൻ. ഓ ബലവും ബഹുമാനമാകവേ ആകവേ ഇരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ വീഴുവീൻ. തിരുനാമമെപ്പോഴും വാഴ്ത്തുവീൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനിക്ക് പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനിക്ക് പൊതുവായി നിറുത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ ഒരു നാളും പോകുമോ പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. ഓ അവനെ ഒരു നാളും പോകുമോ പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. അവനെ ഓർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള ഒരുവനില്ല. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നല്ല കർത്താവിനെ ഭജിക്കുവാനിടയായതായ ഏറ്റവും വലിയ ഭാഗ്യം, ഈ യേശുവിനെ ആരാധിക്കുവാനും അറിയുവാനും സ്നേഹിപ്പാനിടയായതായ ഏറ്റവും വലിയ ഭാഗ്യം. ഒറ്റ ഭാഗ്യം പറഞ്ഞ ഈ പെന്തിക്കോസ് വന്നത് ആ ഭാഗ്യം. ഞാൻ ഇന്നും ഞങ്ങള് കൂടി വരുന്ന സഭയിൽ പറഞ്ഞു, പെന്തിക്കോസ് വന്നത് ആ ഭാഗ്യം.
നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതുപോലൊരു ചതിവ് ദൈവമേ, ഇതുപോലെ ചതിവല്ല, ഇതുപോലൊരു കൊടുംചതിവ്. ഞാനിതിനകത്ത് വന്നിട്ട് 10-30 കൊല്ലമായി, ഇന്ന് വരെ തോന്നിയിട്ടില്ല മണ്ടത്തരമായെന്ന്. ഇപ്പോഴും എനിക്ക് സങ്കടമാണ്, നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്ന്. മനസ്സിലായോ? നിന്റെ ഇരിപ്പ് കണ്ടാ വെട്ടുകുഴിക്കകത്ത് ഒന്നാമത് നിന്റെ മോന്ത ശരിയല്ല. ഇരിപ്പ് കണ്ടാ ഞാൻ വെട്ടുകുഴിക്കകത്ത് ഈ മോന്തയൊക്കെ മതി, പക്ഷെ നല്ല സന്തോഷിച്ചിരിക്കണം. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ, അതാ ഭാഗ്യം. ദൈവത്തിന് മഹത്വം. പാട്ടൊക്കെ വരുന്നുണ്ട്, ഞാൻ പിന്നെ അങ്ങ് അടങ്ങുക. സ്തോത്രം. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. അപ്പോൾ ഈ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. നിർമ്മലനാ, വിശുദ്ധനാ, പരിശുദ്ധനാ, യാതൊരു ഊനമില്ലാത്തവനാ ക്രിസ്തു. പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. 5-6 കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും യേശുവില്ലായിരുന്നു. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല. ദൈവത്തിന് മഹത്വം. അവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ഓരോ അധ്യായത്തിലും വെളിപ്പെടുത്തി 10-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ഏകയാഗത്താൽ സദാകാലത്തേക്കും യേശുക്രിസ്തു പാപപരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് പോയി. ഏകയാഗത്താൽ സദാകാലത്തേക്കും. ഷൂപാസ്റ്റേ ആ 10-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിച്ചു, ഒന്ന് വായിച്ചേ. ഏതും മഹാവിരോധനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ആ കൂടെ അങ്ങ് കഴുകുക. പരിഹാരം ഒന്നും വരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ചൊല്ലിയതാ, പരിഹാരം വന്നില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം നീ ചൊല്ലിയതാ, നിരന്ന് നിന്നാ ചൊല്ലിയത്. കുഞ്ചായനെ മേളിലോട്ട് വിടണേന്ന്. ഇക്കൊല്ലം നിന്ന് നടപടിയുള്ള കേസല്ല. ഇത് കൂടെ കഴിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അടുത്ത വാക്യം വായിച്ചേ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. അത് കാൽവറിയിൽ. ആമേൻ. ജീസസ്. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി മേട് വരെ മരക്കുരിശും എടുത്ത് വീണും വേച്ചും മറച്ചും കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികളുടെ ദാക്ഷിണ്യമില്ലാത്ത ചാട്ടവാറിന്റെ ഘോരമായ പ്രകരമേറ്റ് മുതുക സങ്കീർത്തനക്കാരൻ ചൊല്ലിയിരിക്കുന്നത് ഉഴുവജാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി ഓരോ അടിയടിച്ച് പറിക്കുമ്പോൾ മാംസം ഇരുന്ന് പറഞ്ഞ് അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് ഇളകി മാറുക. എന്തിന്? ഞാനെന്തെങ്കിലും നീതീകരിക്കപ്പെടാൻ. മുൾക്കിരീടധാരിയായി ഞാൻ ആ മുള്ള ഇസ്രയേലിൽ പോയി കണ്ടതല്ല. ബഹുമാനപ്പെട്ട ബ്രദർ സഭയിലെ കോശി സാറ്, നമ്മുടെ മൈലപ്പറ, അദ്ദേഹം ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കുകയും അറിവുള്ള ആളാ. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കാണിച്ചത് ഈ സെയിം മുള്ളാണ്. എത്ര നീളമുണ്ട് മുള്ളിന്. അതാ മുൾക്കിരീടം. അത് അവിടുത്തെ ശിരസിൽ അടിച്ചിറക്കി. ചിന്തകന്മാര് പറയുന്നത് മുള്ളകത്തോട്ട് ഇറങ്ങിയിട്ട് കണ്ണ് വെളിയിലോട്ട് തെള്ളി വന്നു. സ്തോത്രം. ഇരുമ്പ് ചവണ കൊണ്ടുവന്ന് അവിടുത്തെ മുഖത്തെ രോമം ഓരോന്ന് പിഴുതെടുക്കുക. ഈ പച്ചമാംസത്തിൽ നിന്നാണ് പിഴുതെടുക്കുന്നത്. ചോര ഒലിച്ച് നീര് വെച്ച് വീർത്ത് വികൃതമായി. പ്രവാചകൻ ആത്മാവിൽ പ്രവചിച്ചല്ലോ, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ വിരൂപമായി. മുൾക്കിരീടധാരിയായി മുഖത്തെ രോമം പിഴുതെടുക്കപ്പെട്ടവനായി കണ്ണ് മൂടിക്കെട്ടി കണ്ണത്തടിച്ചു. അടിച്ച് ആക്ഷേപിക്കുക. അന്ന് നീ അടിച്ചതാരാന്ന് പറ. നീ എല്ലാം പറയുന്നയാളല്ലേ, അടിച്ചതാരാന്ന് പറ. കരുതി കൂട്ടി തുപ്പുക, കാർക്കിച്ച് അതിന് ദുർഗന്ധമേറും. മുട്ടയുരുട്ടി കുത്തി ആക്ഷേപിച്ചു, അപമാനിച്ചു, നിന്ദിച്ചു, പീഡിപ്പിച്ചു. ഒടുവിൽ കുരിശുമരവും ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് നടക്കുക. ആ കാൽവറിയുടെ മുകളിൽ ചെന്ന് 2 ദുഷ്പ്രവർത്തിക്കാരെ ഇടത്തും വലത്തും ക്രൂശിച്ചു. അവിടുത്തെയും ക്രൂശിച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ, ഞാൻ നീതീകരിക്കപ്പെടാൻ.
എന്റെയും നിങ്ങളുടെ പാപം പരിഹരിക്കാൻ, ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ. സ്തോത്രം. മനസ്സോടെ ശ്യാമമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത നിനക്ക് വേദന വരുത്തി വെച്ചതി അയ്യോ നിനക്ക് വേദന വരുത്തി വച്ചതോ നീജൻ ഞാൻ. അയ്യോ മല്ല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം അലിഞ്ഞോ നീ ശാപതലയിൽ കൊണ്ടിടാൻ വലിമറിയല്ലോ. അലിഞ്ഞു നിൻ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമറിട്ടല്ലോ. നന്ദി കെട്ട ഈ നരക അഗ്നിയിൽ നിന്നു നേടാൻ നന്ദി കെട്ട ഈ നരക അഗ്നിയിൽ നിന്നു നേടാൻ മന്നവാത്തിരും പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. മന്നവാത്തിരും പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏകയാഗത്താൽ സദാകാലത്തേക്കും അവിടുന്ന് പാപപരിഹാരം വരുത്തി. ക്രൂശിൽ മരിച്ചു, അരിമത്തയിലെ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കി. കൊരിന്ത്യലേഖനത്തിലും മറ്റ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തു, ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അപ്പോൾ എബ്രായലേഖനം 10-ാം അധ്യായം പഠിക്കുമ്പോൾ ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ ഇപ്പോൾ സ്വർഗത്തിൽ ചെന്ന് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ആ ഭാഗമാണ് 19-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ടുള്ള വേദശകലത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനിയുമായി ചാട്ടെ പെട്ടെന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരുശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക എന്ന് പറഞ്ഞാൽ ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി അവിടുന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എബ്രായ വിശ്വാസികളോട് പറയുക, നിങ്ങൾ ക്ഷീണിച്ചും തളർന്നും പതറി നിരാശപ്പെട്ട് അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. ഈ രാത്രി ഇവിടെ കൂടപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവസഭയോടും അടുത്തു വാ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഊന്നി പറയാം, ദൈവത്തോടും ദൈവവചനത്തോടും നിങ്ങൾ അടുത്തു വാ. ഈ അടുത്ത് വരാൻ പൗലോസ് ഇവരെ ആഹ്വാനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാ നിങ്ങൾ വരാൻ പറഞ്ഞു. നിങ്ങൾ അറച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട, അകലം വിട്ട് നിൽക്കരുത്. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്ത് വാ. ആ പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തതൊന്നുമല്ല. പഴയ വഴിയാണ് യഹൂദന്റെ വഴി. യഹൂദന്റെ വഴി ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് ഇത് പുത്തൻ വഴിയാ. ആ പുത്തൻ വഴി നമുക്ക് ഒരുക്കപ്പെട്ടത് അവിടുത്തെ ദേഹമെന്ന തിരശീല ചിന്തിയ.
അവിടുത്തെ തിരുശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. അങ്ങനെ ഈ വഴി നമുക്ക് ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അകന്ന് നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തുമാണ്. രണ്ട്, അടുത്ത് വരാൻ പറയാൻ കാരണം, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അകന്ന് നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തുമാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു പക്ഷപാതം ചെയ്യാം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് അറിയാം പക്ഷപാതം എന്ന് പറഞ്ഞാൽ, ഉറക്കെ പറ, എന്തോ അമ്മേ പക്ഷപാതം എന്ന് പറഞ്ഞ പക്ഷപാതം അതാ പക്ഷവാതം. വാദം പലതുണ്ട്. ചുടുവാദം, വെട്ടുവാദം, പിള്ളവാദം, ആമവാദം, രക്തവാദം, അത് വാദം. പക്ഷവാദം ഉറക്കെ പറ, ഉറക്കെ പറയാൻ. നടുക്കോ ഇടയ്ക്കോ എവിടെയും ആയിക്കോട്ടെ, പക്ഷപാതം എന്ന് പറഞ്ഞാൽ അതാ. നമ്മളൊരു പഴയ പാട്ട് പാടുകയല്ലേ, ദാതൻ സന്നിന്റെ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. എന്തുവാ ഈ പക്ഷപാതം? ഒറ്റവാക്കി പറയാ, പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? കർത്താവ്. യേശുക്രിസ്തു എവിടെ വാദിക്കുന്നു? പിതാവിന്റെ. എവിടെ സഞ്ജനു? പിതാവിന്റെ സന്നിധി, സ്വർഗത്തിൽ. അങ്ങനെയൊക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കണേ, ഓടിച്ചു നിർത്താം. യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഇവരെ അടുത്തോട്ട് വിളിക്കുകയല്ലേ, അകലം നിൽക്കാതെ അടുത്ത് വാ. അടുത്ത് വരാൻ ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, ഒരു പുതിയ വഴി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അകന്ന് നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്ത് വരണം. ഹല്ലേലൂയ. രണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന